ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് അൺനോൺ. സോ ഇന്ന് ഡേ 10 ആണ്. അങ്ങനെ നമ്മുടെ 100 ഡേ ചാലഞ്ചിൽ 10th ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നെ കാണിച്ചിട്ടില്ലേ തുടങ്ങുക, ഇന്ന് നിങ്ങൾക്ക് അടിപൊളി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഇത് നമുക്ക് സ്കൈ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് കേട്ടോ. അത് കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ അടുത്ത് ഡ്രോൺ ഷോ ഉണ്ട്. ഡ്രോൺ ഷോ ഞാൻ കാണിച്ചു തരാണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടും പിന്നെ ഒരു സൺസെറ്റും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാത്രി 9 മണിയായിട്ടോ. അപ്പോൾ ഓക്കിയത് മതി. സോ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് സ്കൈ ട്രെയിൻ കയറിയിട്ട് ഫസ്റ്റ് പോകുന്നത് ബീച്ചിലോട്ടാണ്. ഇത് അനീഷേട്ട, അഞ്ജലി, അവിടെ ഒരാളുണ്ട്, കാണിക്കൂല നമുക്ക്, ഫുള്ള് പുച്ഛമായിരിക്കും. ഓക്കെ, സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു ടൈം 9:30 ആയി. ഇപ്പോഴാണ് സൺസെറ്റ്. ലൈക്ക് ക്ലൗഡി ആണ്. ഒന്നാമത് ക്ലൗഡി ആയതുകൊണ്ട് അത്ര ഒരു വെളിച്ചില്ല. ഓക്കെ, ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര ലൈക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ പേര് ഇപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ ഒരുപാട് പേര് വാക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ റിലാക്സ് ചെയ്യാനാണെങ്കിലും സൺ ബാത്തിനാണെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ട് കിടക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്, ഇവിടുന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്രോസ് ചെയ്തോട്ടെ. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു എൻഡ് തൊട്ടിട്ട് ഇതിനൊരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് 3 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 കിലോമീറ്ററിന് മേലെ എന്തായാലും നമുക്ക് നടക്കാനുള്ള വാക്ക് വേ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. സമ്മർ ടൈമിലാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ വന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, വാക്കിംഗ് ആയിട്ടും കാറിലായിട്ടും അല്ലാതെ നമ്മളെപ്പോലെ ബസ്സിലായിട്ടും സൈക്ലിംഗ് ആയിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തിട്ട് വന്നിരിക്കാനും അതേപോലെ ഡോഗ് വാക്കിങ്ങിനൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നൊരു സ്ഥലം കൂടെയാണ്. സൺസെറ്റ് ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ച് ഭാഗ്യമില്ല. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് വാൻകൂവർ ആണ്. ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സൺസെറ്റ് കാണാനും പറ്റില്ല. പക്ഷെ സ്കൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്, ഉച്ചയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയി. ഇന്ന് പക്ഷെ ഭയങ്കര നല്ല ക്ലൈമറ്റുമാണ്, നല്ല വെതറാണ്, നൈസാണ് ഇന്ന് കാണാനായിട്ട്. ഇതൊക്കെ അനീഷേട്ടാ വീട്ടിൽ കിടന്നുറങ്ങി കാണാൻ പറ്റും. അനീഷേട്ടാ ഇതൊക്കെ കാണണ്ട ജീവിതത്തിൽ. കാനഡയിൽ വെറുതെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ കാര്യം? ഒന്ന് കാണാൻ കിടക്കുന്നുണ്ടല്ലോ പലതും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഞാനിതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ ഒരുപാട് പേരിങ്ങനെ വന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം, ഇത്രയും ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ വാൻകൂവർ ഉള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ടതാണ് സ്ഥലമാണ് ഇംഗ്ലീഷ് ബേ എന്ന് പറയുന്നത്. എല്ലാവരും വന്ന് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് കുഞ്ഞൊരു ഇത്രയുള്ളൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. നമ്മൾ ഡ്രോൺ ഷോ കാണാനായിട്ട് വന്നത് കേട്ടോ. പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ഇംഗ്ലീഷ് ബേന്ന് കഴിയുമ്പോഴേക്കും ഡ്രോൺ ഷോ കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ
കുട്ടി നമ്മൾ എൻഡ് ചെയ്യാണ്. വീട്ടിലോട്ട് വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഡേ കഴിഞ്ഞു. സോ ഗൈസ് നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.